ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാസ് കിച്ചൻ. ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒന്നാന്തരം ഒരു ഇളനീർ കേക്കിൻ്റെ റെസിപ്പിയുമായാണ്. ഇത് എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഇളനീർ കേക്കും അതിൻ്റെ കൂടെ ഒരു ഇളനീർ പുഡിങ്ങും ഡെക്കറേഷന് വേണ്ടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു കപ്പ് മൈദയാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 2 പ്രാവശ്യമെങ്കിലും അരിച്ചെടുത്താൽ നന്നായിരിക്കും. ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് വെച്ച ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പതഞ്ഞൊരു ക്രീം പരുവമാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നല്ല ക്രീമി പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഷുഗർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ട് വേണം ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാനായിട്ട്. ഷുഗർ പൗഡർ മുഴുവനായും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 30 ml സൺഫ്ലവർ ഓയിലാണ്. അതായത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ബീറ്റർ വെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നത് വരെ മാത്രം ബീറ്റ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ കേക്ക് ഹാർഡായി പോവാൻ സാധ്യതയുണ്ട്. അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ടും ചേർത്ത് കഴിഞ്ഞു. ഇനി ഒരു ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്കിന് ആവശ്യമായ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ ഓയിൽ പുരട്ടി ബട്ടർ പേപ്പറൊക്കെ വെച്ച് മൈദപ്പൊടി ഇട്ട് ഡസ്റ്റ് ചെയ്ത 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എയർ ബബിൾസ് വരാതിരിക്കാനാണ് ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുന്നത്. കനമുള്ള ഒരു ചെറിയ അലുമിനിയം പാത്രം 5 മിനിറ്റ് മുമ്പേ തന്നെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇതിലേക്ക് കേക്കിൻ്റെ മിക്സ് ഇറക്കി വെക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. ഒരു 35 മിനിറ്റ് ആയപ്പോഴേക്കും കേക്ക് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്പി വെച്ച് കുത്തി നോക്കാം. മാവ് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പറെല്ലാം മാറ്റി ഇത് 4 ലെയറാക്കി കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ ചെയ്തെടുക്കാനായി കുറച്ച് ഇളനീർ പുഡിങ് കൂടി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു 2 ഗ്രാം ചൈന ഗ്രാസ് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുക്കണം. കുതിർന്ന് വന്ന ശേഷം അടുപ്പിൽ വെച്ച് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കപ്പ് ഇളനീർ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇളനീർ കഷ്ണങ്ങളാക്കിയത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഒരു 4-5 ടേബിൾ സ്പൂൺ പൊടിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം, എങ്കിലേ ഇളനീർ പൊടി സെറ്റായി വരുമ്പോൾ അത്യാവശ്യത്തിന് മധുരം കിട്ടുകയുള്ളൂ. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. ഇനി കേക്ക് നനച്ചെടുക്കാനായിട്ട് ഷുഗർ സിറപ്പിന് പകരം ഇളനീറും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തുള്ള മിക്സാണ് റെഡിയാക്കി എടുക്കുന്നത്. 1.5 കപ്പ് ഇളനീർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മധുരം പോരാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഫില്ലിങ്ങിന് ആവശ്യമായ മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു കപ്പ് ഇളനീർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇളനീർ വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചെറിയ കഷ്ണങ്ങളാക്കിയ ഇളനീർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. 2 ഇളനീർ മുഴുവനായിട്ടും ഈ കേക്കിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്.
കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം ഒന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇത് നേരത്തെ തയ്യാറാക്കിയ കണ്ടൻസ്ഡ് മിൽക്കും ഇളനീർ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത സിറപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. ഇനി ഇതിന് മുകളിൽ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കി ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇളനീറിൻ്റെ ഫില്ലിങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ സൈഡിലൂടെ ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഇളനീർ ഒഴിച്ചു കൊടുത്ത് എല്ലായിടത്തും വരത്തക്ക വിധത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ സിറപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. പിന്നെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം സൈഡിലൂടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ പൈപ്പിംഗ് ബാഗിലാക്കി ഇതുപോലെ ചെയ്തെടുക്കാം. ഇളനീറും കണ്ടൻസ്ഡ് മിൽക്കും കൊണ്ടുണ്ടാക്കിയ ഈ മിക്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി മൂന്നാമത്തെ ലെയറും സിറപ്പ് ഒഴിച്ച് വെറ്റാക്കി വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇനി നാലാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇതും സിറപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. എന്നിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം കേക്ക് മുഴുവനായിട്ട്. ക്രം കോട്ട് ചെയ്ത ശേഷം ഒരു 10-25 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതാണ്. ഇനി ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കി ഇതേ രീതിയിലൊന്ന് ലൈൻസ് വരച്ചു കൊടുക്കാം. കുറച്ച് ക്രീമിലേക്ക് ഗ്രീൻ കളറിലുള്ള ലിക്വിഡ് കളർ ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ടും ഇടവിട്ട് ലൈൻസ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇളനീർ കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്. ഇനി ഇതൊന്ന് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ കേക്ക് ഒരു വിധത്തിലൊക്കെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലൂടെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രീൻ കളറിലുള്ള വിപ്പിംഗ് ക്രീം വെച്ചാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കമഴ്ത്താം. അപ്പോൾ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്ത് കേക്കിന് മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈഡിൽ നിന്നും ഇത് താഴേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് കേക്കിൽ കുത്തി വെച്ച ശേഷം അതിന് മുകളിൽ ഈ പുഡിങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അടിയിലേക്ക് തെന്നി വീഴാതിരിക്കും. അപ്പോൾ
ഇളനീർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നെ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാം. താങ്ക് യു.